guys, welcome back to my channel. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മന്നയെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എന്താ പറയാ, അവള് സിംഗപ്പൂരാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവള് ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവള് 1 മന്തോ അല്ലെങ്കിൽ 2 മന്തോ കൂടുമ്പോ വരാറുണ്ട്. അത് 1 2 ദിവസത്തെ ലീവിനാണ് വരാറ് ആക്ച്വലി. പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് എന്തോ 1 വീക്കിന് മേലെ ലീവ് ഉണ്ട്. അപ്പൊ എന്തായാലും അവളെ ഞാൻ കാണാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അവളെ കാണാൻ പോവാണ്. സത്യം പറഞ്ഞാൽ അവൾക്ക് അറിയാം ഞാൻ വരുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചെറിയൊരു ചുമയുണ്ട്, അതുപോലെ പനി പോലെ ഉണ്ട്, അപ്പൊ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അവിടെ എത്തുമ്പോ അവളവിടെ വീടിന്റെ അവിടെ എത്തുമ്പോ ഞാൻ വിളിച്ചെന്തായാലും പറയും ഞാൻ വരുന്നില്ല, നീ ഇനി നെക്സ്റ്റ് വരുമ്പോ ഞാൻ വരാം എന്ന് പറയണം. അപ്പൊ ആ വീഡിയോയും കാര്യങ്ങളും ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മള് എറണാകുളം എത്തിയിട്ടുണ്ട്. മന്നയുടെ അവിടെ വീടെത്താറായി. അപ്പൊ ഞാൻ എന്തായാലും അവളെ ഒന്ന് കോൾ ചെയ്യട്ടെ. ഞാൻ വരുന്നില്ല, ഞാൻ ഹോസ്പിറ്റലാണ്, എനിക്ക് പനിയാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്യാൻ പോകുന്നു. കോൾ ചെയ്യട്ടെ. കോൾ ചെയ്യാൻ പോവാം. എടി ഹലോ, എടി പനി കൂടിയിടി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിന്റെ അടുത്ത്. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് നിന്നെ വിളിക്കാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ ഞാനത് കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ വരാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ അധികം ദൂരമൊന്നുമില്ലല്ലോ. എന്റെ കല്യാണമൊന്നുമല്ലല്ലോ, ഒന്നാമത് ഇവിടെ വന്ന് ചുമയായി. എനിക്കും തന്നെ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എനിക്ക് ഇഷ്ടമൊന്നും പേടിക്കണ്ട, കാരണം എനിക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് പിന്നെ വിഷമമൊന്നുമില്ല. നീ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണ്ട. അടിമുണ്ടിയും കൂടി ഉള്ളതല്ലേ, അവൾക്കും വരും. എടി അപ്പൊ ഞാൻ നിന്നെ ഒരു മിനിറ്റ് അവള് വാശി പിടിക്കാം, ഞാൻ വിളിക്കാട്ടോ നിന്നെ. സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും തരാം. അപ്പൊ അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ ഫുൾ വീഡിയോ എടുക്കാം. നമ്മളിപ്പോ അവളുടെ വീടിന്റെ ആ വഴി എത്തിയിട്ടുണ്ട് കേട്ടാ. കാറ് നമ്മൾ അവിടെ പാർക്ക് ചെയ്തു, കുറച്ച് ദൂരമായിട്ട്. ഇവിടെ പാർക്ക് ചെയ്തെന്നേ അവൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ സ്ഥലത്തേക്ക് പോവാ. അവളെ കാണാനില്ല. നീ പ്രാങ്കായി ഞാൻ പ്രാങ്കായി. ചതിച്ചന് വിടില്ല. നിങ്ങള് വരുന്നില്ല. എന്തായാലും ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി, ശരിക്കും സർപ്രൈസായി. പ്രത്യേകിച്ച് മന്ന, അവൾ ശരിക്കും ഞെട്ടി. ഞാൻ എന്താ ഈ സമയത്ത് ഇവിടെ, ഞാൻ വരില്ല എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നെ കണ്ടപ്പോഴേക്കും അവൾ ഓടി വിളിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.